നമസ്കാരം. 2025 വർഷഫലം. 2025 തന്നെ ഒരു ശുഭമായിട്ടുള്ള ഒരു വർഷമാണ്. കാരണം ഈ സംഖ്യകളുടെ ഈ വർഷത്തിൻ്റെ ആ സംഖ്യകൾ കൂട്ടുമ്പോൾ 9 വരുന്നത്. ജ്യോതിഷത്തിൽ കുറച്ചൊക്കെ ഈ സംഖ്യാശാസ്ത്രവും ചിലപ്പോഴെല്ലാം വരാറുണ്ട്. അപ്പോൾ പൂർണ്ണസംഖ്യയായിട്ടുള്ള 9 പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് 2025. അതുകൊണ്ട് തീർച്ചയായിട്ടും ശുഭഫലങ്ങൾക്ക് ഒരു ആധിക്യം, നല്ല ഫലങ്ങൾക്ക് ഒരു ആധിക്യം ഉണ്ടായിരിക്കും. അതൊരു വലിയൊരു ആശ്വാസമാണ്. മറ്റൊരു ആശ്വാസം തരുന്ന ഒരു വസ്തുത ഈ ഗുരുവിൻ്റെ പകർച്ചയും ശനിയുടെ പകർച്ചയും, അത് രണ്ടും കുറച്ചും കൂടി ശുഭപ്രദമാണ്. കാരണം ഈ പാപഗ്രഹമായിട്ടുള്ള ആ ശനി സമക്ഷത്രമായിട്ടുള്ള വ്യാഴക്ഷേത്രത്തിലേക്കാണ് മാറുന്നത്. അപ്പോൾ വ്യാഴക്ഷേത്രത്തിലേക്ക് മാറുമ്പോൾ ഏതാണ്ട് എല്ലാ പാപഗ്രഹങ്ങളും വ്യാഴക്ഷേത്രത്തിൽ ശുഭം പ്രദാനം ചെയ്യുന്നു. അതിൻ്റെ ആ പാപത്വം കുറയും. അങ്ങനെയാണല്ലോ. ഇപ്പോൾ നല്ലൊരു സ്ഥലത്ത് എത്ര മോശം ഒരാൾ ഒരു നല്ല സ്ഥലത്ത് ചെന്നാലും ആ സ്ഥലത്തിൻ്റെ ഒരു മാഹാത്മ്യം കൊണ്ട് അയാൾ നല്ലവനായിട്ട് മാറും. അതുപോലെയാണ് ശനി, ഈ മീനം രാശിയിലേക്കുള്ള ശനിയുടെ പ്രവേശനം. അപ്പം അതുകൊണ്ട് അതിൻ്റെ ദോഷഫലം കുറയും മീനം രാശിയിൽ വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട്. മറ്റൊന്ന്, ശത്രുക്ഷേത്രമാണെങ്കിൽ കൂടി ഗുരുവിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള ആ ഒരു പ്രവേശം. 2 വൈഷ്ണവ ഗ്രഹമാണ്. പൊതുവെ വൈഷ്ണവ ഗ്രഹമായിട്ടുള്ള ആ വ്യാഴം മറ്റൊരു വൈഷ്ണവ ഗ്രഹമായിട്ടുള്ള ബുധൻ്റെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ സാത്വികമായിട്ടുള്ളൊരു ഫലം ലോകത്തിന് പ്രദാനം ചെയ്യാൻ അതിന് സാധിക്കും. അപ്പം അതുകൊണ്ട് ശാന്തവും സൗമ്യവും ദീപ്തവുമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2025. പൊതുവായിട്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഓരോ കൂറുകാരുടെ ഫലം നമുക്ക് നോക്കാം. ആദ്യം മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക കാലം. മേടക്കൂറുകാർക്ക് കുറച്ചൊരു മാറ്റമുണ്ട്. അതായത് 12 ഈ വർഷം 2025 വർഷം 12 രാഹു മാറിയിട്ട് അവിടെ ശനി പ്രവേശിക്കുന്നു. 2 നിന്ന വ്യാഴം 3-ാം ഭാവത്തിലേക്ക് മാറുന്നു. പൊതുവെ ഒരു ഭയം കൂടി മേടം രാശിക്കാർക്ക് ഉണ്ടാവാം. കാരണം 7ാം ശനി ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ ഈ 7ാം ശനിയുടെ ഒരു ദോഷം വരുമോ? അപ്പോൾ അതുകൊണ്ട് 7ാം ശനിയെപ്പറ്റി ചുരുക്കി 2 കാര്യം പറയാം. ഒന്ന്, 7ാം ശനി ഈ 7.5 വർഷകാലവും നിങ്ങളെ ഉപദ്രവിക്കില്ല. നിങ്ങളുടെ ജാതകത്തിൽ ശനി വളരെ അനിഷ്ടപ്രദനാണെങ്കിൽ മാത്രമേ ഈ ശനി 7.5 വർഷവും നിങ്ങൾക്ക് ദോഷമായിട്ട് വരുള്ളൂ. അതിനൊക്കെ ധാരാളം പരിഹാര മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് 7ാം ശനിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ 7ാം ശനിയുടെ സാമാന്യ ഫലം 12-ലാവുമ്പോൾ വ്യസനം, അത് ജന്മത്തിലാവുമ്പോൾ രോഗം, 2-ാം ഭാവത്തിലാവുമ്പോൾ ദരിദ്രത അഥവാ ദാരിദ്ര്യം. ഇങ്ങനെയാണ് അതിൻ്റെ ഫലം. അപ്പോൾ മേടം രാശിക്കാർക്ക് ഈ ശനി പതുക്കെ 7ാം ശനിയായിട്ട് തുടങ്ങുന്നു എന്നതുകൊണ്ട് വലിയൊരു ദോഷഫലം വരില്ല. വ്യസനം ഉണ്ടാവും, അത് ശരിയാണ്. പക്ഷേ ഈ വ്യസനത്തിൻ്റെ അവസ്ഥ തന്നെ ഏതാണ്ട് ശനി ബലം ആർജിച്ച് ഏതാണ്ട് മധ്യദ്രേക്കാണത്തിലേക്ക് വരുന്ന സമയമായിരിക്കും ഈ വ്യസനം അനുഭവിക്കാൻ യോഗം. ഈ ഒരു വർഷത്തിൽ അങ്ങനെ ഇല്ല. ഈ വർഷത്തിലേക്ക് ശനി പ്രവേശിച്ച് ബാല്യാവസ്ഥയിലാണ്, ഗ്രഹം ബാല്യാവസ്ഥയിലാണ്. അത് യൗവനാവസ്ഥയിലേക്ക് എത്തുമ്പോഴേ അതിന് കുറച്ചും കൂടിയൊക്കെ ദോഷം വരുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ മേടം രാശിക്കാർ ഭയപ്പെടേണ്ടതില്ല. വ്യാഴത്തിൻ്റെ ഫലവും അതുപോലെ തന്നെയാണ്. 3-ലേക്കുള്ള വ്യാഴം കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലും അതിലൊക്കെ വകഭേദമുണ്ട്. കാരണം ഈ 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ പലിശയ്ക്ക് പണം എടുക്കേണ്ടി വരും എന്നുള്ളൊരു ഫലമാണ്. അപ്പം അങ്ങനെ ആ പലിശയ്ക്ക് പണം എടുത്ത് അതിലൂടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ 3-ലെ വ്യാഴം കൂടുതലായിട്ട് നമ്മൾ അനുഭവിപ്പിക്കുക. അപ്പോൾ മേടക്കൂറുകാർ പലിശയ്ക്ക് പണം എടുക്കാതിരുന്നാൽ കുറേ സമാധാനമായി. അതേപോലെ സാമ്പത്തികമായ എടുത്തുചാട്ടങ്ങൾ വേണ്ട. വല്ലാത്ത ലോണൊന്നും, നമ്മളെ കൊണ്ട് എടുക്കാൻ വയ്യാത്ത ലോണൊന്നും എടുക്കണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മേടം രാശിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. രാഹു 11-ലേക്ക് മാറുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് കുംഭത്തിലേക്ക് മാറുന്നതുകൊണ്ട് അതിൻ്റേതായ ഗുണഫലങ്ങൾ ധാരാളം ഉണ്ടാവും.
അതുകൊണ്ട് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിലര, ഇടവക്കൂറ് വളരെ നല്ല ഫലമാണ്. കാരണം 2-ല് വ്യാഴം, 11-ല് ശനി, 10-ല് രാഹു. ഏറ്റവും നല്ല വർഷമാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല വർഷം എന്ന് പറയുമ്പോൾ റൈറ്റ് ടൈം റൈറ്റ് ആക്ഷൻ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ മനസ്സിൽ പൂർത്തീകരിക്കാൻ എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഉത്സാഹിച്ചാൽ നടക്കുന്ന സമയമാണ്. എന്തൊക്കെ നടക്കാത്ത കാര്യങ്ങൾ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഉത്സാഹിച്ചാൽ, നമ്മളൊന്ന് പരിശ്രമിച്ചാൽ സുഖമായി നടക്കാവുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ലാഭവും കർമ്മത്തിൽ ഉയർച്ചയും, ഇപ്പോൾ പ്രൊമോഷനോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കും. അതേപോലെ ഏതെങ്കിലും ഗ്രഹനിർമ്മാണം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ളവരുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2025. മാത്രമല്ല, ഈ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നൊരു വർഷം കൂടിയാണ്. അത് പ്രത്യേകമായൊരു ഫലമാണ്. അപ്പോൾ ഈ മിഥുനം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ പകർച്ച, ആ മിഥുന യോഗം ഈ നാളുകാർക്ക് കൊടുക്കും. കാരണം ഒരു ലാഭസ്ഥാനത്താണ് ഈ വ്യാഴത്തിൻ്റെ അവസ്ഥ. ഏത് രാശിയിലാണോ ആ രാശിയുടെ ഫലവും കൂടി, ആ രാശിയുടെ സ്വഭാവമുള്ള ഫലവും കൂടി കൊടുക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ അതുകൊണ്ട് വിവാഹം നടക്കാത്ത ആളുകൾക്കൊക്കെ ഈ വർഷം വിവാഹം നടക്കും. നല്ല വിവാഹം, നല്ല മംഗളകാര്യങ്ങളൊക്കെ ഈ വർഷം നടക്കും. അടുത്തത് മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറുകാർ മകീരത്തിലര, തിരുവാതിര, പുണർവത്തി മുക്കാല്. മിഥുനക്കൂറുകാർ പൊതുവെ കണ്ടകശനി, ലഗ്നത്തിൽ വ്യാഴം എന്നുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ ചില സമയമുണ്ട്. അത് ഞാൻ പിന്നാലെ പറയുന്നുണ്ട്. ചില നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക സമയങ്ങളുണ്ട്. അത് ഇത് കഴിഞ്ഞ ശേഷം, ഈ ഫലം കഴിഞ്ഞ ശേഷം പറയാം. അപ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ മിഥുന രാശി കൂറുകാർ ശ്രദ്ധിക്കണം. കാരണം ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നു, 10-ല് ശനി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഈ കർമ്മപരമായിട്ടുള്ള വിഷയങ്ങൾ, ജോലി സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ അനുഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രമോഷനോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ നടക്കാതെ വരാം. അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടതായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഈ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുമ്പോൾ, ഈ കൂറിൽ നിൽക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. ജന്മത്തിൽ വ്യാഴം ദോഷമാണെങ്കിലും നമ്മൾ എന്തെങ്കിലും പൂജയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വേഗം അതിൻ്റെ ഫലം കിട്ടും. ഒരു ക്ഷേത്രദർശനം ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വഴിപാട് കഴിച്ചാലൊക്കെ വേഗം ഫലം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഈ ദോഷങ്ങളെ നമുക്ക് ഓരോരോ പരിഹാരങ്ങളെ ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മറികടക്കാൻ സാധിക്കും. ഒരു പ്രത്യേകമായിട്ടുള്ള ഫലം ഈ 9-ല് ഈ രാഹു വരുന്നതിനാൽ പൂർവികമായ സ്വത്ത് എന്തെങ്കിലും ലഭിക്കാൻ സാധ്യതയുള്ളവർ അതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് ലഭിക്കും. അതേപോലെ ഏതെങ്കിലും കുടുംബപരമായ സ്വത്തുകൾ, തർക്കം, കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ അതിനൊരു പരിഹാരം ഉണ്ടായി ഒരു മംഗളകരമായ ഒരു പരിസമാപ്തി അങ്ങനെയുള്ള തർക്കങ്ങൾക്കോ വാദങ്ങൾക്കോ ഒക്കെ ഉണ്ടാവും. ഈ ഒട്ടും തീരാതെ കിടക്കുന്ന കേസുകൾ അതൊക്കെ നമ്മളൊരു സാമൂഹ്യത്തിൽ, അതായത് ഒരു കോംപ്രമൈസിന് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്ന ഒരു സമയം കൂടി. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗുണഫലം ഈ മിഥുനം രാശിക്കാർക്കുണ്ട്. പുണർദത്തില് കാല്, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് 12-ൽ വ്യാഴം, കുറച്ച് ധനനഷ്ടം ഉണ്ടാവാൻ ഒരു സാധ്യത ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ അത് കുറച്ച് ശ്രദ്ധിക്കണം. പക്ഷേ 9-ലെ ശനി മറ്റൊരു പരമമായ ഭാഗ്യം നിങ്ങൾക്ക് തരുന്നു. കാരണം ആത്മീയ മാർഗത്തിൽ വളരെ സുസ്ഥിരതയോടുകൂടി സഞ്ചരിക്കാൻ ഈ വർഷം കർക്കിടകം രാശിക്കാർക്ക് കഴിയും. ധാരാളം ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടമൂർത്തിയെ പ്രസാദിപ്പിക്കാൻ, ഇപ്പോൾ ജപോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു സംഖ്യയൊക്കെ വിചാരിച്ച് നമ്മൾ ജപം ഇത്ര സംഖ്യ ജപിക്കണം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അത് നടക്കും. ആത്മീയമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഉത്കർഷം കിട്ടുന്ന ഒരു വർഷമാണ്. അപ്പോൾ ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഈ രാശിക്കാർ ശ്രദ്ധ പുലർത്തണം.
അഷ്ടമത്തിലെ രാഹു ശ്വാസമുട്ട് അങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാം. അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഈ മേലുവേദന, ജോയിൻറ്റ് പെയിൻസ്, ഈ സന്ധികളിലുള്ള വേദന, അങ്ങനെയുള്ള വേദനകളൊക്കെ വരാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ആരോഗ്യകരമായ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ശ്വാസം മുട്ടലിൻ്റെ കാര്യങ്ങൾ വളരെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ച് പോയാൽ അവർക്കും വലിയ ദോഷങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ഒരു വർഷം കടന്നു പോവാം. അവർക്കും ഒരു പ്രത്യേക കാലഘട്ടം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാലഘട്ടമുണ്ട്. അത് ഞാനിത് കഴിഞ്ഞിട്ട് പറയാം, ആ പ്രത്യേക കാലഘട്ടം ഏതൊക്കെ നക്ഷത്രക്കാരെന്നുള്ളത്. അതാണ് കർക്കിടകം രാശിക്കാരുടെ ഫലം. ഈ ചിങ്ങക്കൂറുകാർ മകം പൂരം ഉത്രത്തിക്കാലം, അഷ്ടമത്തിൽ ശനി, 11 വ്യാഴം, ലഗ്നത്തിൽ കേതു വരും. ഏതാണ്ട് രാഹുവിൻ്റെ പകർച്ച മെയ് 18-നാണ്. അപ്പോൾ ഈ മെയ് 18-ന് കേതുവും വരും. ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ആരോഗ്യകരമായ വിഷയത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പറയില്ലേ ഇപ്പോൾ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. അതിൽ ഈ വെൽത്തിനോ ഹാപ്പിനെസ്സിനോ വലിയ കുഴപ്പമൊന്നും വരില്ല. പക്ഷേ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കണം, ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം 11 വ്യാഴം ഉള്ളതുകൊണ്ട് സാമ്പത്തികമായ ധാരാളം ലാഭമുള്ള വർഷമാണ്. സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചാൽ വളരെ വേഗം നല്ല ഫലം കിട്ടും. ഇപ്പോൾ ബിസിനസ് രംഗത്തുള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും പണം കിട്ടാതിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഫലങ്ങളായിരിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് വളരെ നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നൊരു വർഷമാണ്. അതേപോലെ തന്നെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാർ ഈ സമയത്ത് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ധനാഗമം, ഏതെങ്കിലും തരത്തിലുള്ള ധനാഗമം ഉണ്ടായിരിക്കും. അതെ, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ആയതുകൊണ്ട് ലോട്ടറി വരെ ഒന്ന് ശ്രമിക്കാം. അതുകൊണ്ട് തരക്കേടൊന്നുമില്ല. അതിനൊക്കെ പറ്റിയ ഒരു ആനുകൂല സ്ഥിതിയുള്ള ഒരു വർഷമാണ് 2025 ഈ ചിങ്ങക്കൂറുകാർക്ക്. അഷ്ടമത്തിലെ ശനി, ഒരു കാര്യം, ഈ പാദത്തിന് വരുന്ന അസുഖങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കാൽപാദത്തിന് വരുന്ന അസുഖങ്ങൾ, ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ വെരിക്കോസ് വെയിൻ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുകയും ഡോക്ടറെ കാണുകയും അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിനെ തരണം ചെയ്യേണ്ടതാണ്. അഷ്ടമത്തിലെ ശനി ചില കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാക്കാം. പക്ഷേ ഈ 11 വ്യാഴം അതിനെയൊക്കെ പരിഹരിക്കും. പക്ഷേ അതുകൊണ്ട് ഒരു പുരുഷപ്രയത്നം കൂടുതലായിട്ട് വേണം. ഇപ്പോൾ നമ്മൾ പറയില്ലേ, വ്യാഴം 11-ലായതുകൊണ്ട് എല്ലാ കാര്യവും അങ്ങോട്ട് പെട്ടെന്ന് നടക്കും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളും കൂടി ഒന്ന് ശ്രമിച്ചാലേ ഈ ചിങ്ങക്കൂറുകാർക്ക് വളരെ ഈസി ആയിട്ട് കാര്യം നടക്കും. ശ്രമിച്ചില്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ അഷ്ടമത്തിലെ ശനീനെ നമ്മൾ മറന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഉത്സാഹത്തോടു കൂടി, ഊർജ്ജസ്വലതയോടുകൂടി ഈ വർഷം നിങ്ങൾ പ്രവർത്തിച്ചാൽ ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ല ഫലം, വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആരും ഈ സമയം നഷ്ടപ്പെടുത്തരുത്. ഉത്രത്തിൽ 3/4, അത്തം, ചിത്രയിൽ അര, കന്നിക്കൂറ, അവർക്കും കണ്ടകശനിയുടെ ആരംഭം. ഞാൻ ആദ്യം പറഞ്ഞു ഈ വർഷം ശനി അങ്ങനെ ഉപദ്രവിക്കില്ല, കാരണം ശനിയുടെ ബാല്യാവസ്ഥയാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. 10-ലെ വ്യാഴമുണ്ട്. 10-ലെ വ്യാഴം നമുക്ക് 2 തരത്തിലെടുക്കാം. അപ്പോൾ ഒരു ഭാഷാ ശ്ലോകത്തിലും ഇങ്ങനെ പറയുന്നുണ്ട്, കർമ്മത്തിൽ ഗുരുവെങ്കിൽ മർമ്മത്തിൽ പരുന്ന്. അതായത് ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യമാണ്, ഇന്നത്തെ കാലത്ത് ഒരിടത്ത് ഇരിക്കാൻ പറ്റാതെ വരുന്നത് നമ്മുടെ തിരക്കുകൾ കൊണ്ടാണ്. അപ്പോൾ ധാരാളം തിരക്കുകൾ ഈ രാശിക്കാർക്ക് ഉണ്ടാവും. അവരുടെ കർമ്മരംഗത്ത് ധാരാളം ശോഭിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. ധാരാളം തിരക്കുണ്ടാവട്ടെ, എല്ലാവർക്കും ജോലി ധാരാളം ഉണ്ടാവട്ടെ. ബിസിനസ്സുകാർക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അവർക്കൊക്കെ കൂടുതലായിട്ടുള്ള ധനാഗമം ഉണ്ടാവും. അതേപോലെ തന്നെ പ്രമോഷൻ ഒക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് അതുണ്ടാവാം. ഈ വിദ്യാപരമായ കാര്യങ്ങൾക്ക് കൂടി വിശേഷമായിട്ടുള്ള ഒരു ഗുണം ഉള്ള വർഷം കൂടിയാണ് കന്നി രാശിക്കാർക്ക്. അപ്പോൾ പഠിക്കാം, ധാരാളം പഠിക്കാം. ഏതെങ്കിലും ഉപരിപഠനമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പുതിയതായ വ്യവസായങ്ങൾ തുടങ്ങാൻ, അതായത് നൂതന സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല, ധൈര്യമായിട്ട് തുടങ്ങാം. അതേപോലെ തന്നെ ഏതെങ്കിലും ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻസ് അത് വലുതാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ആവാം. ഈ ബിസിനസ് രംഗത്തുള്ളവർ ഒരു കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം, ഈ എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഈ 7-ലെ ആ ജലരാശി നിൽക്കുന്ന ശനി ഈ എക്സ്പോർട്ട് ബിസിനസ്സിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് അവിടെ ബുദ്ധിമുട്ട് വരുന്നത് ബിസിനസ് കുറയുന്നല്ല, പേയ്മെൻറ്റ് കിട്ടുന്ന കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് പണം കിട്ടുന്ന കാര്യം
ഉറപ്പിച്ചിട്ട് വേണം എക്സ്പോർട്ട് ബിസിനസ്സുകാർ ഈ കന്നിരാശിയിലുള്ളവർ ചെയ്യാൻ. എക്സ്പോർട്ട് ബിസിനസ്സിന് ബുദ്ധിമുട്ട് വരില്ല, 10 വ്യാഴം ഉണ്ടല്ലോ. പക്ഷേ ഈ പേയ്മെൻറ്റ് കിട്ടുന്ന കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് കന്നിരാശിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഫലം. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാദസംബന്ധമായ രോഗങ്ങൾ കന്നിരാശിക്കാരുള്ളവരാണെങ്കിൽ അത് ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വെരിക്കോസ് വെയിനൊക്കെ പറ്റി പറഞ്ഞ പോലെ വാദസംബന്ധമായ രോഗം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ചുകൊണ്ട് അതിന് വേണ്ട മരുന്നുകൾ എടുക്കുക. അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ, വാതഹരങ്ങളായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക. നാരായണീയം വായിക്കുക. ഈ വാതരോഗത്തിന് ഇത്രയും ഒരു വാതരോഗ ശമനത്തിന് ഇത്രയും കൺകണ്ട ഒരു മന്ത്രമില്ല നാരായണീയം പോലെ. അത്ര വിശേഷമാണ്. നാരായണീയം പാരായണം ചെയ്യാം. അടുത്ത ചിത്രയിൽ അര, വിശാഖം, ചോതി, ഇങ്ങനെയാണ്. ചിത്രയിലര, ചോതി, വിശാഖത്തിൻ്റെ കാലം നല്ല ഫലമാണ് അവർക്ക്. കുറച്ച് കാലമൊക്കെ ആയിട്ട് അവർ ബുദ്ധിമുട്ടും. നല്ല ഫലമാണ്. കാരണം അഷ്ടമത്തിൽ നിന്ന് വ്യാഴം മാറിയല്ലോ. അഷ്ടമത്തിൽ നിന്ന് വ്യാഴം മാറി 9ലേക്കായി. ഈ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? വ്യാഴം കുറച്ചൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചാലും പിന്നീട് ആ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ ഇരട്ടി തിരിച്ചു തരും. അപ്പോൾ അഷ്ടമത്തിലെ വ്യാഴം ഈ തുലാക്കൂറുകാരെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ 9ലേക്ക് മാറി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം വളരെ നല്ലതാവും നിങ്ങൾക്ക് ഈ വർഷം. നല്ല ഫലങ്ങൾ ധാരാളം പ്രതീക്ഷിക്കാം. അതേപോലെ ഈ ശനി ഉപജയത്തിലാണ്. കഴിഞ്ഞ വർഷം ഒരു മടി, അലസതയൊക്കെ ഉണ്ടായിരുന്നു. 5ലെ ശനി അത് മാറി ശനി 6ാം ഭാവത്തിലേക്ക് ഉപജയം എന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുന്ന ഭാവത്തിലേക്ക് മാറി. അപ്പോൾ കൂടുതൽ ഉത്സാഹം, ശൗര്യം, ധനം, സാഹസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കും. നല്ല കാര്യമാണ്. ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഈ ഗവൺമെൻറ് ജോലി, സർക്കാർ സംബന്ധമായ ജോലികളിലുള്ളവർക്ക് അതും വളരെ നല്ലതാണ്. ഏതെങ്കിലും നിങ്ങൾ ഒരു മനസ്സുമടുത്ത് ഉപേക്ഷിച്ച് പോയിട്ടുള്ള കാര്യങ്ങൾ ഈ വർഷം ഏറ്റെടുത്ത് ഒന്നുകൂടി ശ്രമിക്കൂ. തീർച്ചയായിട്ടും അത് വിജയം വരിക്കും. അതായത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അനായാസം ഈ വർഷത്തിൽ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നടക്കും. തുലാക്കൂറുകാർ പൊതുവേ ബിസിനസ്സിന് വലിയ മിടുക്കന്മാരാണ്. ലാഭം കിട്ടാതെ ഒരു കാര്യത്തിനും അവർ ഇറങ്ങി പുറപ്പെടില്ല. അപ്പോൾ ലാഭത്തിന് വേണ്ടി അവർക്ക് ഈ വർഷം ശ്രമിക്കാം. ധാരാളം ലാഭം, ധനാഗമനം അവർക്കുണ്ടാവും. 9ൽ നിൽക്കുന്ന വ്യാഴം ആത്മീയമായ ഉത്കർഷയും മനസ്സിന് സമാധാനവും തരും. കൂടുതൽ ഈശ്വരീയമായ ചിന്ത ഈ ഒരു വർഷം ഉണ്ടാവും. ഈശ്വരീയമായ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. അതേപോലെ ആധ്യാത്മിക മാർഗത്തിൽ ഏതെങ്കിലും സാധനകൾ അനുഷ്ഠിക്കാൻ, ഏതെങ്കിലും മന്ത്രോപദേശങ്ങളൊക്കെ ലഭിക്കാൻ, അല്ലെങ്കിൽ ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു ഗുരുവിനെ ലഭിക്കാനൊക്കെ ഈ ഒരു വർഷം സഹായകമാണ്. ഈ 9ലെ ഗുരു അതിനൊക്കെ സഹായിക്കും. ഏതാണ്ട് മെയ് 14-നാണ് ഗുരുവിൻ്റെ മാറ്റം. ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കുള്ള മാറ്റം. വൃശ്ചികം രാശിക്കാർ അഷ്ടമത്തിലേക്ക് വ്യാഴം മാറുന്നു. വിശാഖത്തിലെ അവസാനത്തെ ആ ഒരു പാദം, തൃക്കേട്ട, അനിഴം, അങ്ങനെയാണ്. അനിഴം, തൃക്കേട്ട, വിശാഖത്തിൻ്റെ കാലം. വൃശ്ചികക്കൂറുകാർക്ക് 5ലെ ശനിയും 4ൽ രാഹുവും അഷ്ടമത്തിൽ വ്യാഴവും വരുന്നതിനാൽ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ച് നിങ്ങൾ ജീവിച്ചാൽ ഒരു കുഴപ്പം വരില്ല. അവർക്കുള്ള ഒരു മെസ്സേജ് തിങ്ക് ബിഫോർ ലീപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയും. എടുത്ത് ചാടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. വലിയ ചാട്ടങ്ങൾ ജീവിതത്തിൽ, വലിയ തീരുമാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിച്ച ശേഷമേ നിങ്ങൾ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയൂ. കാരണം ഈ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം. പലപ്പോഴും ശരിയായ തീരുമാനം എടുക്കുന്നവർ ജീവിതത്തിൽ വിജയം പ്രാപിക്കുന്നു. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ ജീവിതത്തിൽ പരാജയപ്പെടുന്നു. ഇതൊരു സാമാന്യ നിയമമാണ്. അപ്പോൾ ഈ വൃശ്ചികക്കൂറുകാരെ ഈ വർഷം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളതിനാൽ തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് ആലോചിച്ചോ, അല്ലെങ്കിൽ നമുക്ക് ഉപദേശം തരുന്നവരുമായിട്ട് ആലോചിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുത്ത ശേഷമേ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പാടുള്ളൂ. തീരുമാനങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ വൃശ്ചികം രാശിക്കാർ. അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സാമാന്യമായിട്ടും സദ്ഫലം തന്നെയാണ്. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഫലം പറയുമ്പോൾ രാഹു, ശനി, വ്യാഴം അത് മാത്രം പറയുന്നുവെങ്കിലും
മനസ്സിൽ ശുക്രൻ്റെ സഞ്ചാരങ്ങളെയും ഈ കുജൻ്റെ സഞ്ചാരപഥങ്ങളെയും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ഫലങ്ങൾ പറയണത്. സമയക്കുറവുകൊണ്ടാണ് അതോ ആ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങളെക്കുറിച്ച് പറയാത്തത്. പക്ഷെ അത് പറയുമ്പോൾ മനസ്സിലുണ്ട്. സൂര്യൻ്റെ സഞ്ചാരം അല്ലെങ്കിൽ ചൊവ്വയുടെ സഞ്ചാരം, ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം ഒക്കെ മനസ്സിൽ വെച്ചിട്ടാണ് പറയണത്. അപ്പോൾ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങളും കൂടി നോക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് ഈ വൃശ്ചികക്കൂറുകാർക്ക് വരില്ല. കാരണം വൃശ്ചികക്കൂറുകാർക്ക് ദോഷമായിട്ട് വരുന്ന വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോൾ പോലും ഈ മീനത്തിലെ ശുക്രനും മറ്റ് ശുഭഗ്രഹങ്ങളും ഒക്കെ അനുകൂലമായൊരു പാതയിൽ സഞ്ചരിക്കുന്നതിനാൽ വലിയ ദോഷം അവർക്ക് വരില്ല. തീരുമാനം എടുക്കുക എന്നൊരു കാര്യത്തിൽ മാത്രം നന്നായിട്ട് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, മൂലം, പൂരാടം, ഉത്രാടത്തിക്കാലം ധനുരാശിക്കാരാണ്. വളരെ ഗംഭീരന്മാരാണ് ധനുക്കൂറുകാർ. കുതിരയുടെ ശക്തിയും ഒരു വില്ലാളി അസ്ത്രം അമ്പും വില്ലും ഉപയോഗിക്കുന്ന ഒരാളുടെ കൃത്യതയും ഉള്ള ആളുകളാണ് ധനുക്കൂറുകാർ. ആ ധനുരാശിയുടെ ആകൃതിയൻ അങ്ങനെയാണ് അല്ലേ? ഒരു ശരം തൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരം പകുതി കുതിരയുടെ. അപ്പോൾ വലിയ ഉത്സാഹശാലികളും വളരെ ഫോക്കസ്ഡ് ആണ് അവർ എപ്പോഴും. അവർക്ക് കണ്ടകശനി എന്നൊന്ന് നമുക്കൊരു പേരിന് പറയാമെങ്കിലും പൊതുവെ ഈ വർഷം നല്ലതാണ്. 7 ഗുരുവാണ്. 7 വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ നല്ലതാണ്. രാഹുവിൻ്റെ സ്ഥിതി 3-ാം ഭാവത്തിൽ കുംഭം രാശിയിൽ, അത് വളരെ നല്ലതാണ്. ഏതെങ്കിലും അധികാരസ്ഥാനത്തിരിക്കുന്നവരോ അധികാരസ്ഥാനം ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ ആ സ്ഥാനലബ്ധി കിട്ടും. അതിനുവേണ്ടി അവർ പരിശ്രമിക്കണം. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തോ അങ്ങനെയുള്ള രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. പൊതുവേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ധനുരാശിയിലേക്കുള്ളത് വിശേഷ ഫലം ചെയ്യും. കാരണം ധനു എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയാണല്ലോ. അപ്പോൾ സമ്പത്തും സമൃദ്ധിയും ദുഃഖങ്ങൾക്കൊക്കെ ഒരു ശമനവും എല്ലാം ഉണ്ടാവും. നല്ല ദാമ്പത്യ ബന്ധവും അതേപോലെ സന്താനങ്ങൾക്ക് ഉയർച്ച, അവർക്ക് ഒരു ഉത്കൃഷ്ടത, സന്താനങ്ങൾ നല്ല വഴിയിലൂടെ പോവുക. ഏതെങ്കിലും ദുഃഖം, നമുക്ക് സന്താനങ്ങളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ കാലം ആ ദുഃഖ ശമനം ഉണ്ടാവുന്ന കാലമാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് വരും, നല്ല വഴിയിലൂടെ വരും. അതുകൊണ്ട് വിഷമിക്കേണ്ട. മറ്റൊരു ഫലം, വിവാഹം കഴിക്കാത്തവർക്ക് അല്ലെങ്കിൽ വിവാഹം ആലോചിച്ചിട്ട് നടക്കാത്തവർക്ക് വിവാഹം വേഗം തന്നെ ഈ വർഷം തന്നെ ഉണ്ടാവും. അതൊരു നല്ല ഫലം. കുട്ടികൾ, സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാവും. അതൊരു 7 വ്യാഴത്തിൻ്റെ ഒരു ഫലം ആണ്. സന്താനം ഉണ്ടാവും. അതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല. സന്താനങ്ങളെ കൊണ്ട് ഗുണം ഉണ്ടാവുമെന്ന് ആദ്യമേ പറഞ്ഞു. പൊതുവെ നല്ല വർഷം തന്നെയാണ് ധനുക്കൂറുകാർക്ക്. അതുകൊണ്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഉത്സാഹമായിട്ട് പ്രവർത്തിക്കുക. നല്ല സമയം വരുമ്പോൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണം. അങ്ങനെയാണല്ലോ. ഭഗവത്ഗീതയുടെ സന്ദേശം തന്നെ യോഗസ്ഥ കർമ്മ കൗശല എന്നുള്ളതാണ്. യോഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ കൗശലം, കർമ്മത്തിൽ സാമർഥ്യം അല്ലേ? നമുക്ക് നോക്കിയറിയാം, കർമ്മത്തിൽ സാമർഥ്യമുള്ളവരാണ് ജീവിതത്തിൽ വിജയം വരിച്ചിട്ടുള്ളത്. ഭഗവത്ഗീതയുടെ ഒറ്റ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ശ്ലോകമാണ് പറയുക: യോഗസ്തു കർമ്മ കൗശലം. കർമ്മത്തിലുള്ള ആ കൗശലമാണ് യോഗം അല്ലേ? ചിത്തവൃത്തി നിരോധ യോഗ എന്നൊക്കെ യോഗം പറയും. അത് കുറച്ച് സന്യാസമാർഗത്തിൽ ചരിക്കുന്നവർക്കാണ്. പൊതുവേ ലൗകികരായ നമ്മൾക്കെല്ലാം ഈ ഭഗവത്ഗീതയുടെ ഈ ഒരു വരിയാണ് നമ്മൾ മനസ്സിൽ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് നന്നായിട്ട് കർമ്മത്തിൽ കൗശലം കാണിക്കുക, കർമ്മത്തിൽ സാമർഥ്യം കാണിക്കുക. അതായത് നന്നായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം കിട്ടുന്ന ഒരു സമയമാണ് ഈ 2025 വർഷം എന്നറിഞ്ഞുകൊണ്ട് ധനുക്കൂറുകാർ അവരുടെ ശക്തിയും ആ ഒരു വേഗതയും എല്ലാം ആർജിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ധനുക്കൂറുകാർക്ക് നല്ല ഫലമാണ്. മറ്റൊന്ന് മകരക്കൂറാണ്. 6 വ്യാഴം അല്ലേ? 2 രാഹു, 3 ശനി. അവർക്കും അങ്ങനെ ഒരു ഈ വ്യാഴം 6 വലിയ ദോഷം ചെയ്യില്ല. കാരണം ഉപജയസ്ഥാനത്താണ്. ഉപജയസ്ഥാനങ്ങൾ ഈ 6, 3 അപ്പോൾ ഉപജയസ്ഥാനങ്ങൾക്ക് നിൽക്കുന്ന ഗ്രഹങ്ങൾ കുറച്ച് നല്ല ഫലമായിരിക്കും. അപ്പോൾ വ്യാഴം കുറച്ച് നല്ല ഫലം തന്നെയാണ് തരിക. മാത്രമല്ല ഈ മകരം രാശിക്ക് വ്യാഴത്തിനൊരു അവകാശം കൂടിയുണ്ട്, നീചാവകാശം. ഒരു അവകാശമാണ്. ഉച്ചാവകാശം പോലെ തന്നെ ഒരു അവകാശമാണ് നീചാവകാശം. അപ്പോൾ ഈ നീചാവകാശമുള്ള കൂറുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഈ വ്യാഴത്തിൻ്റെ ഉപജയസ്ഥിതി ഇവർക്കും നല്ലതാണ്. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. കടൽ കടന്നിട്ടുള്ള യാത്ര അത് സാധിക്കും.
കുറേ കാലമായി മനസ്സിൻ്റെ ഈ ഒരു സംഘർഷം അനുഭവിച്ചു വരുന്നു. ആ മാനസിക സംഘർഷത്തിന് അത് ഒരു ആനുകൂല്യ സ്ഥിതി വരും. മനസ്സ് കുറച്ചും കൂടി സമാധാനപരമായിരിക്കും. കുറച്ചും കൂടി നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ കഴിയും. വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ വർഷം കഴിഞ്ഞു പോകും. 2ാം ഭാവത്തിലെ രാഹു ഒരു പ്രത്യേക ഫലമാണ് കുംഭരാഹുവിന്. വിദ്യയ്ക്ക് നല്ലതാണ്. വിദ്യാവിഷയത്തിൽ പലപ്പോഴും നമ്മളൊരു ഈ ഫലം പറയുമ്പോൾ കേവലമായ 2ൽ പാപഗ്രഹം നിന്നാൽ വിദ്യയ്ക്ക് ദോഷമാണെന്ന് പറയുമെങ്കിലും പല ജാതകത്തിലും അതിന് പല ഫലങ്ങൾ പല ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെ ഒക്കെ പറയുന്നുണ്ട്. ഈ 2ൽ രാഹു വിദ്യയ്ക്ക് വളരെ വിശേഷമാണ്. ചില പ്രത്യേക യോഗങ്ങളാണത്. അതേപോലെ ഒരു യോഗ സമാനമാണ് കുംഭരാഹു. ഈ മകരം രാശിക്കാർക്ക് വിദ്യയ്ക്ക് വളരെ നല്ല ഒരു ഫലം കൊടുക്കും. വല്ല PhD ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് അത് തീരും. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല വർഷമാണ്. 10ാം ഭാവപതി ആയിട്ടുള്ള ശുക്രൻ അനുകൂല വിഷയത്തിലൊക്കെ സഞ്ചരിക്കുന്നതിനാൽ, അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ കർമ്മത്തിന് ഗുണമുണ്ടാവും. അതുകൊണ്ട് ജോലിക്കോ മറ്റോ കാര്യങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ധാരാളം ദാമ്പത്യ സൗഖ്യം ഉണ്ടാവും. ഈ ഉപജയത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ദാമ്പത്യ സൗഖ്യം, നമ്മളുടെ തന്നെ ഒരു കോപം കുറയുക. കുറച്ച് മുൻകോപികളായിട്ടുള്ള ആൾക്കാർക്ക് കോപം കുറച്ച് കുറയും. ആ കോപം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ബന്ധങ്ങൾ ഉണ്ടാവും. അപ്പോൾ കുടുംബസമാധാനവും ഐശ്വര്യവും ഒക്കെ ഈ മകരക്കൂറുകാർക്ക് ഉണ്ടാവും. അതൊരു നല്ല ഫലമാണ്. അടുത്ത അവിട്ടത്തിൽ അര, അവിട്ടത്തിൻ്റെ അവസാനത്തെ ആ പാദം ചതയം പുരുട്ടാതി മുക്കാലം കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം ചില പ്രത്യേക മാസങ്ങളിൽ അവർ ശ്രദ്ധിക്കണം. പൊതുവേ നല്ലതാണ്. കാരണം 5ൽ വ്യാഴം ഉണ്ടല്ലോ. 5ൽ വ്യാഴം ഉണ്ടാകുമ്പോൾ നല്ലതാണ്. അവർക്കും സന്താന ഭാഗ്യത്തിനുള്ള സമയമാണ്. സന്താനങ്ങൾ വേണ്ടവർക്കൊക്കെ അത് വളരെ ലാഭം കിട്ടും. അതേപോലെ തന്നെ സന്താന ലാഭം എന്നതുകൊണ്ട് തന്നെ സന്താനം ആഗ്രഹിക്കാത്തവർ അതിന് വേണ്ടതായ മുൻകരുതലുകൾ എടുക്കണം. അല്ലെങ്കിൽ ഈ സന്താന ഹത്യ പോലുള്ള പാപകർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. കാര്യം സന്താനങ്ങൾ ലഭിക്കുന്ന കുട്ടികൾ ഉണ്ടാവുന്നൊരു സമയമാണ് ഈ കുംഭക്കൂറുകാർക്ക്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ആ കാര്യങ്ങൾ. ആഗ്രഹമുള്ളവർക്ക് ഉടനെ ക്ഷിപ്രം സാധിക്കും. ആഗ്രഹമില്ലാത്തവർ അതിൻ്റേതായ മുൻകരുതൽ എടുക്കണം. മഹാപാപമൊന്നും ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി വെക്കരുത്. വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കുംഭക്കൂറുകാർക്ക്. 2ൽ ശനി, ആ കൂറിൽ തന്നെ രാഹു നിൽക്കുന്നുണ്ട്. രാഹുവിൻ്റെ ഒരു ആദ്യത്തെ ഒരു പ്രവേശം, ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഈ വിഷഭയം ഉണ്ടാക്കുന്നുണ്ട്. വിഷഭയം എന്ന് പറയുമ്പോൾ ഈ എന്തെങ്കിലും ഫുഡ് പോയ്സൺ ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഷം ഉണ്ടാവുക, അലർജികൾ ഉണ്ടാവുക, ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വേണം ശ്രദ്ധിച്ച് ആരോഗ്യപരമായ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. 5ലെ വ്യാഴം നല്ലതാണ്. എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് തരും. 2ലെ ശനിയും അത്ര ഉപദ്രവിക്കില്ല. സാമ്പത്തികമായ ലാഭങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു നല്ല ഫലം, നല്ല വർഷം എന്ന നിലയിലേക്ക് ഈ കുംഭം രാശിയുടെ ഈ പലപ്പോഴും നമ്മൾ ഈ പല ജാതകങ്ങൾ ജീവിതത്തിൽ വലിയ ഉയർന്ന തലത്തിലുള്ള ആൾക്കാരുടെയൊക്കെ ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ എപ്പോഴും കാണാൻ കഴിയുന്ന ഒന്ന് ഈ കുംഭം രാശിയാണ്. വളരെ അനുഭവമാണ്. പല മന്ത്രിമാരുടെയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനലബ്ധിയൊക്കെ ഈ കുംഭം രാശിയിൽ രാഹു നിൽക്കുന്നവർക്കാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നല്ല ഫലമാണ് അത്. അപ്രതീക്ഷിതമായ സ്ഥാനലബ്ധി, ഉയർച്ച ഒക്കെ കുംഭക്കൂറുകാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. നന്നായിട്ട് ഉപയോഗിക്കുക. കുറച്ചും കൂടി സൂക്ഷ്മത കൂടും. നമ്മളെപ്പോഴും ഈ ഗ്രഹങ്ങളെപ്പറ്റി ദോഷഫലങ്ങൾ മാത്രം പറയുമ്പോൾ അതിൻ്റെ ശുഭഫലങ്ങളുണ്ട്. അപ്പോൾ ഈ രാഹുവിൻ്റെ ഒരു ഫലമാണ് സൂക്ഷ്മത, അല്ലേ? നമുക്ക് നോക്കിയറിയാം. ഇപ്പോൾ നമ്മൾ പാമ്പിനെയാണല്ലോ അല്ലെങ്കിൽ നാഗത്തെയാണ് ഈ രാഹുവിനോട് ബന്ധിപ്പിക്കുക. അതിന് വളരെ നല്ല സൂക്ഷ്മതയായിരിക്കും. സൂക്ഷ്മമായിട്ട് അത് പ്രവർത്തിക്കുള്ളൂ. അതേപോലെ തന്നെ ഈ കുംഭം രാശിയുള്ളവർ വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചാൽ വിജയം ഉറപ്പാണ്. തെറ്റായ തീരുമാനങ്ങൾ വരില്ലല്ലോ. മാത്രമല്ല വളരെ ഉത്സാഹമായിട്ടും ഒരു അമിതമായിട്ടുള്ള ഒരു ഊർജം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ വർഷം. അപ്പോൾ അമിതമായ ആ ഊർജം ലഭിക്കുമ്പോൾ അത് സൃഷ്ടിപരമായ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക, ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുക. അതാണ് ഈ ഒരു രാശിക്കാരോട്, ഈ ഒരു കൂറുകാരോട് പറയാനുള്ളത്. ബി ക്രിയേറ്റീവ്. അത്രയ്ക്ക് ഊർജ്ജം നിങ്ങൾക്ക് ഈ ഒരു വർഷം ലഭിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
ഈ ഊർജ്ജം അധികമാകുമ്പോൾ തെറ്റായ കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ ബൈക്ക് 80 മൈൽ സ്പീഡിൽ ഓടിക്കുന്ന ആൾ വേണമെങ്കിൽ ബൈക്ക് ഊർജ്ജം അധികമാകുമ്പോൾ 120 മൈൽ സ്പീഡിൽ ഓടിച്ചിട്ട് അപകടം ഉണ്ടാക്കാം. അതല്ല, അതാണ് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞത്. വളരെ നല്ലൊരു ഫലം തന്നെയാണ്. ക്രിയേറ്റീവായിട്ട്, സൃഷ്ടിപരമായിട്ട്, ഊർജ്ജസ്വലമായിട്ട് പ്രശ്നങ്ങളെ സമീപിച്ചാൽ, കാര്യങ്ങൾ ചെയ്താൽ കുംഭക്കൂറുകാർക്ക് രാജയോഗം തരുന്ന ഒരു വർഷമാണ് ഈ വർഷം. മീനക്കൂറ്, പൊരുട്ടാതിയുടെ അന്ത്യപാദം, ഉത്രട്ടാതി, രേവതി. ശനി പ്രവേശിക്കുന്നു, രാഹു മാറുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ പറയില്ലേ, ഖനമുള്ള ഒരു വസ്തു പ്രവേശിക്കുന്നു, ഖനമില്ലാത്ത ഒരു വസ്തു മാറുന്നു. അങ്ങനെയാണ്. എന്തായാലും ഖനമുള്ള ഒരു വസ്തു പ്രവേശിക്കുമ്പോൾ ഒരു ടോറസ് ലോറി റോട്ടിൽ കൂടി പോയാൽ അതിനടുത്ത് നിൽക്കുന്ന വീടൊന്ന് കുലുങ്ങുന്ന പോലെ ശനിയുടെ പ്രവേശം മീനം രാശിക്കാരെ ഒന്ന് കുലുക്കും. അതെത്ര നമ്മൾ പറഞ്ഞാലും അതുണ്ടാവാതിരിക്കില്ല, ഒന്ന് കുലുങ്ങും. പക്ഷെ ഒന്ന് കുലുങ്ങി കഴിഞ്ഞാലും പേടിക്കണ്ട, ഒന്നും ഇടിഞ്ഞു വീഴില്ല. കാരണം 4 വ്യാഴമുണ്ട്. 4 വ്യാഴം വളരെ ശുഭമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയല്ലേ. 12 രാഹു പതുക്കെ പതുക്കെ ബലം പ്രാപിച്ചു വരുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട. ഈ 4 വ്യാഴം, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ മീനക്കൂറുകാർ ശ്രദ്ധിക്കണം. എന്നാൽ ഏതെങ്കിലും ഗ്രഹനിർമ്മാണം, ഇപ്പോൾ വീട് പണിയണം, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഓഫീസ് മേടിക്കണം, അല്ലെങ്കിൽ പുതിയതായ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ആരംഭിക്കണം, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സമയം നല്ലതാണ്, ഈ വർഷം നല്ലതാണ്. പ്രത്യേകിച്ചും കുറേ കാലമായി സ്വന്തമായൊരു വീടില്ല, എനിക്കൊരു വീട് വേണം. ചിലരുടെയൊക്കെ ഒരു സ്വപ്നം തന്നെ സ്വന്തമായൊരു വീടാണ്. അവനവൻ്റെ വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നില്ല, അല്ലേ? അങ്ങനെയുള്ളവർക്കൊക്കെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം, ഈ വർഷം നിങ്ങൾക്ക് വീട് വയ്ക്കാൻ പറ്റും. നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കൂ, നിങ്ങൾ ശ്രമിക്കൂ. വീടില്ലാത്തവർക്ക് ഈ വർഷം, ഈ മീനം രാശിക്കാർക്ക് വീട് വയ്ക്കാൻ കഴിയും. അതേപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം. പല കാര്യങ്ങളെ കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാവുന്ന വഴക്കുകൾ, ഇപ്പോൾ സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് വഴക്കുണ്ടാവും. ഇതൊക്കെ വളരെ വേദനാജനകമാണല്ലോ. ഏറ്റവും അടുത്ത ആളുകളുമായിട്ടുള്ള കലഹം നമ്മൾക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാർ ഒട്ടും സംശയിക്കേണ്ട, ആ വിഷയങ്ങളൊക്കെ ഈ വർഷത്തോടെ തീരും. കുടുംബകലഹങ്ങളും ബന്ധുകലഹങ്ങളും ഒക്കെ മാറി എല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കാൻ ഈ മീനം രാശിക്കാർക്ക് ഒരു പ്രത്യേകമായ ഫലമാണ്. അതുകൊണ്ട് എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർക്കാൻ നമ്മൾ ശ്രമിക്കുക. എന്തിനാ വഴക്ക്? എല്ലാവരും ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകേണ്ടവരാണ്. വളരെ ക്ഷണികമാണ് നമ്മുടെ ജീവിതം. എപ്പോഴാണ് എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. വൃഥാ നമ്മൾ എന്തിനാ കലഹിക്കുന്നത്? പൂന്താനം ചോദിക്കുന്ന പോലെ, എന്തിനാ വൃഥാ കലഹിക്കുന്നത്? ഭഗവാനെ സ്മരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അപ്പോൾ വഴക്ക് കാര്യങ്ങളൊക്കെ മീനം രാശിക്കാർക്ക് തീർത്ത് പോകാൻ കഴിയും. അവരുടെ നടക്കാത്ത പല ആഗ്രഹങ്ങളും നടക്കാൻ കഴിയും. അതുകൊണ്ട് പൊതുവായിട്ട് ഒരു നല്ല ഫലം ആണ് ഈ 2025 വർഷം എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നത്. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. ഇനി ഒരു പ്രത്യേകമായ ഒരു ഫലമാണ്. ഇതിനെ ഒരു നെഗറ്റീവ് ഫലമായിട്ട് നിങ്ങൾ കൂട്ടണ്ട. പക്ഷെ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു കാലം ഉണ്ട്. ആ കാലത്തിൽ ഒരു സമയം എന്ന് പറയുന്നത് മാർച്ച് 30 തൊട്ട് ഏപ്രിൽ 14 വരെ. ഈ ധനു, മീനം, കന്നി കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഉത്രത്തിമുക്കാല്, അത്തം, ചിത്രയിലര കന്നിക്കൂറുകാർ, മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് അവർ ധനുക്കൂറുകാർ, അതേപോലെ പൂരാടത്തിമുക്കാല്, ഉത്രട്ടാതി, രേവതി, ഈ 3 കൂറുകാർ ഈ സമയം ഈശ്വരഭജനം കൂടുതലായിട്ട് ചെയ്ത് കഷ്ടകാലങ്ങൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഈശ്വരഭജനവും നവഗ്രഹ ശാന്തിപരമായ കർമ്മങ്ങളും ക്ഷേത്ര ദർശനങ്ങളും എല്ലാം ചെയ്ത് ദോഷം പരിഹരിക്കേണ്ടതാണ്. ഒന്നുകൂടി പറയാം, മാർച്ച് 30 തൊട്ട് ഏപ്രിൽ 14 വരെ ആ ഗ്രഹസ്ഥിതി നോക്കിയിട്ടാണ് ആ സമയത്തെ എല്ലാ ഗ്രഹങ്ങളുടെയും, ഈ 9 ഗ്രഹങ്ങളുടെയും ഗ്രഹസ്ഥിതി നോക്കിയിട്ടാണ് അത് പറയണത്. ഇനി ഒരു സമയം എന്ന് പറയുന്നത് ജൂൺ 15 തൊട്ട് ജൂലൈ 15. ആ സമയത്ത് ഈ മിഥുനക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കർക്കടകം, ചിങ്ങം കൂറുകാർ.
അപ്പോൾ മിഥുനക്കൂറ എന്ന് പറയുമ്പോൾ ഈ പുണർത്തി മുക്കാല്, മകീരത്തിലര, തിരുവാതിര, പുണർത്തി മുക്കാല് എന്നുള്ള ആ നക്ഷത്രക്കാരും, കർക്കിടകക്കൂറുകാർ ഈ പറഞ്ഞ പോലെ പുണർത്തിക്കാല്, ആയില്യം, പൂയം എന്നുള്ള ആ നക്ഷത്രക്കാർ, ചിങ്ങക്കൂറുകാർ മകം, പൂരം, ഉത്രത്തിക്കാല്, ഈ ആൾക്കാർ വളരെ ആരോഗ്യപരമായ വിഷയത്തിൽ ശ്രദ്ധിക്കണം. അതിൽ പ്രത്യേകിച്ച് കർക്കിടകം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പാപം അധ്യസ്ഥി വരേണ്ട ആ സമയത്ത് ഈ കൂറുകാർക്ക് പാപം അധ്യസ്ഥി, അഷ്ടമത്തിൽ പാപഗ്രഹം വരണമുണ്ട്. ആരോഗ്യപരമായ വിഷയങ്ങൾ ഈ ഡേറ്റ് പറയണത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഈശ്വര ഭജനം ഈ സമയത്ത് വേണം എന്നുള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരു വിമാനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വരും, സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ, ടർബുലൻസ് വരണമെന്ന്. നമ്മൾ പേടിപ്പിക്കാനല്ലോ പറയണത്. സീറ്റ് ബെൽറ്റ് ഇടണം നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ താഴ്ത്തി വീഴാം. അതിനുവേണ്ടി പറയണമെന്നോ. ഇതൊക്കെ ഒരു ടർബുലൻസ് പീരീഡാണ്, അങ്ങനെ കണക്കാക്കിയാൽ മതി. ഒരു കുടുക്കം ഉണ്ടാവുന്ന സമയമാണ് ഏത്, ഈ ജൂൺ 15 തൊട്ട് ജൂലൈ 15 വരെ. പിന്നെ വരുന്നൊരു സമയം ജൂലൈ 30 തൊട്ട് സെപ്റ്റംബർ 15 വരെ. ഈ ഒരു സമയം കുംഭക്കൂറുകാർ ശ്രദ്ധിക്കണം. കാരണം അതിൽ കന്നിക്കൂറ, കുംഭം, മീനം ഈ രാശിക്കാരാണ് ശ്രദ്ധിക്കുന്നത്. കാരണം അതിൽ ഈ ചന്ദ്രഗ്രഹണം വരുന്നുണ്ട്. സെപ്റ്റംബർ 7 തീയതി ഈ കുംഭക്കൂറിൽ ചന്ദ്രഗ്രഹണം വരുന്നുണ്ട്. അപ്പോൾ ഗ്രഹണം വരണ ആ കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം ആ സമയത്ത്. മാത്രമല്ല ഈ ആ ഗ്രഹസ്ഥിതിയിൽ മുഴുവൻ കൂടി ഈ ജൂലൈ 30 തൊട്ട് സെപ്റ്റംബർ 15 വരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പാപഗ്രഹങ്ങൾക്ക് പാപാധിക്യം വരുത്തുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ്. ആ സമയത്തും കൂടുതലായിട്ട് ഈശ്വര ഭജനം നടത്തണം. ഏത് കൂറുകാർ, ഈ കന്നി, കുംഭം, മീനം. ഞാൻ ആ പറഞ്ഞ ഡേറ്റ് എല്ലാവരും മറന്നു പോകരുത്. മാർച്ച് 30 തൊട്ട് ഏപ്രിൽ 15 വരെ, ജൂൺ 15 തൊട്ട് ജൂലൈ 15 വരെ, അതേപോലെ തന്നെ ജൂൺ 15 തൊട്ട് ജൂലൈ 15, ജൂലൈ 30 തൊട്ട് സെപ്റ്റംബർ 15 വരെ. ഈ ഒരു സമയം ശ്രദ്ധിക്കണം. ഇനി ഈ വർഷത്തെ ഫലമൊക്കെ പറയുമ്പോൾ 27 നക്ഷത്രങ്ങൾക്കും ഒക്കെ നല്ലത് വരട്ടെ, ശുഭമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രക്കാരോട് ഒരു ചെറിയ സൂചനയുണ്ട്. അത് മീനക്കൂറിലുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന പാദമുള്ള നക്ഷത്രക്കാർ. അവർ ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കണ്ട് ദോഷപരിഹാരങ്ങൾ വരുത്തണം. ധാരാളം ശിവക്ഷേത്രത്തിൽ പോകണം. പറ്റുമെങ്കിൽ നവഗ്രഹ പൂജ നടത്തണം. നവഗ്രഹ ക്ഷേത്രങ്ങൾ ദർശനം നടത്തണം. ഈ വർഷം കുറച്ചൊരു പാപാധിക്യമുള്ള കാരണം ഈ ഗ്രഹണം വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിലാണ്. ഗ്രഹണം പൂരുരുട്ടാതി നക്ഷത്രത്തിൽ വരണ്ട്. ഈ ശനി നിൽക്കുന്നത് ആ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ശനിയുടെ സ്ഥിതിയുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ പൊതുവെയുള്ള ഗ്രഹസ്ഥിതി എല്ലാം വെച്ച് നോക്കുമ്പോൾ പൂരുരുട്ടാതി നക്ഷത്രക്കാർ, മീനക്കൂറിലുള്ള പൂരുരുട്ടാതി നക്ഷത്രം, കുംഭക്കൂറിലുള്ള പൂരുരുട്ടാതിക്കാരും, കാരണം ഗ്രഹണം വരണ്ടല്ലോ. ആ പൂരുരുട്ടാതി നക്ഷത്രം ഈശ്വരഭജനം വരുത്തി ദോഷങ്ങൾ പരിഹരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഒരു ജ്യോത്സ്യൻ്റെ ധർമ്മമാണ്, ജ്യോതിഷത്തിൻ്റെ ധർമ്മമാണ്. ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗം എന്താണെന്ന് പറഞ്ഞ് അതിന് മരുന്ന് പറഞ്ഞു കൊടുക്കുക എന്നത് ഒരു ഡോക്ടറുടെ ധർമ്മം പോലെ തന്നെ. എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷം പറഞ്ഞു കൊടുത്ത് അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കേണ്ടത് ജ്യോത്സ്യന്മാരുടെയൊക്കെ ഒരു ധർമ്മമാണ്. നമ്മൾ പറയില്ലേ, നമുക്ക് സമൂഹത്തോട് വലിയൊരു കടപ്പാടുള്ള ജോലിയാണ് ജ്യോതിഷം. ലോകാസമസ്ത സൂനോ ഭവന്തു എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുമ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കണം, നിങ്ങളെല്ലാവരും സുരക്ഷിതമായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ജ്യോത്സ്യന്മാർ. അതുകൊണ്ട് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എപ്പോഴും വഴി കാണിക്കാൻ ജ്യോതിശാസ്ത്രം എപ്പോഴും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ധർമ്മം. നമസ്കാരം.